മിലോഡ്, നടന്നത് എന്താണെന്ന് വളരെ വ്യക്തമാണ്. 2014 പുറത്തിറങ്ങിയ ലോ പോയിന്റ് ദേവദാസ് എഴുതിയ ലിജിൻ ജോസ് സംവിധാനം ചെയ്ത ഒരു ക്രൈം ത്രില്ലർ ചിത്രമാണ്. ചിത്രത്തിൽ കുഞ്ചാക്കോ ബോബൻ ഒരു അഭിഭാഷകന്റെ വേഷത്തിലാണ് അഭിനയിക്കുന്നത്. നായകനായ കുഞ്ചാക്കോയെ പരിചയപ്പെടുത്തുന്ന ആദ്യ രംഗം ശ്രദ്ധേയമായ ശൈലിയിലാണ് ചെയ്തിരിക്കുന്നത്. പ്രോസിക്യൂഷൻ വീക്കാക്കാൻ വേണ്ടി പ്രതിഭാഗമിറക്കുന്ന ഒരു കള്ളക്കഥ മാത്രമാണിത്. No, I have a witness to prove it. ഇയാളുടെ പേര് അലക്സ്. സിനിമയുടെ ആദ്യ ഭാഗത്തിൽ തന്നെ തന്റെ ക്ലയന്റിനു വേണ്ടി കേസ് ജയിപ്പിക്കുന്നതിനായി ഒരു ഇരയ്ക്കെതിരെ കള്ളസാക്ഷിയെ ഹാജരാക്കുന്ന ഒരു നിർണായക രംഗം. എന്ത് വില കൊടുത്തും കേസ് ജയിക്കാനുള്ള കഥാപാത്രത്തിന്റെ ക്രൂരമായ ആഗ്രഹം ഈ രംഗത്തിലൂടെ വ്യക്തമായി കാണാം. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ചീപ്പ് ഇമോഷണൽ ഡ്രാമയെ വിലക്കെടുക്കാതെ തെളിവുകളും സാക്ഷികളെയും മാത്രം കണക്കിലെടുത്ത് വിധി നിശ്ചയിക്കണമെന്ന് താഴ്മയായി അപേക്ഷിക്കുന്നു. എന്നിരുന്നാലും ഈ രംഗം 1997 പുറത്തിറങ്ങിയ ഹോളിവുഡ് ചിത്രമായ ദി ഡെവിൾസ് അഡ്വക്കേറ്റ് എന്ന ചിത്രത്തിലെ കോപ്പിയാണ്. ആ സിനിമയിൽ കീനു റീവ്സ് പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നു. അവിടെയും ആദ്യ രംഗത്ത് കഠിനമായ ക്രോസ് വിസ്താര തന്ത്രങ്ങൾ ഉപയോഗിച്ച് യുവ ഇരയുടെ വിശ്വാസ്യതയെ അഭിഭാഷകൻ ചോദ്യം ചെയ്യുന്നത് നമുക്ക് കാണാം. അവസാനം അദ്ദേഹം കേസിൽ വിജയിക്കുന്നു, തന്റെ മുഴുവൻ റെക്കോർഡും നിലനിർത്തുന്നു. ഈ സീനിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അതൊരു കോപ്പി അതോ വെറും യാദൃശ്ചികതയാണോ?